എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 14-ാം ദശകത്തിലെ 7-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. സ പുനസ്തുതുപാസന പ്രഭാവാദ് ദയിതാ കാമകൃതി കൃതേ വിമാനേ വനിതാകുലസങ്കുലോ നവാത്മാ വെഹരദ്ദേവപഥേഷു ദേവഹൂത്യാ. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കണം. സ പുന, കർദമനാകട്ടെ പിന്നീട്, ത്വദുപാസന പ്രഭാവാത്, അങ്ങയെ ഉപാസിച്ച് കിട്ടിയ പ്രഭാവം കൊണ്ട്, ദയിതാ കാമകൃതേ കൃതേ വിമാനേ, പ്രിയതമയുടെ ഇഷ്ടത്തിനായി നിർമ്മിച്ച വിമാനത്തിൽ, വനിതാകുലസങ്കുലോ നവാത്മാ, വനിതാകുലസങ്കുലോ, മനോഹരികളായ അനേകം പരിചാരികമാരാൽ നിറയപ്പെട്ടതുമായ ആ ദിവ്യവിമാനത്തിലേറി. എങ്ങനെ? നവാത്മാ, 9 ആകൃതി കൈക്കൊണ്ട്, വെഹരത് ദേവപഥേഷു ദേവഹൂത്യാ, വെഹരത് ക്രീഡിച്ചു. ആരോടൊത്ത്? ദേവഹൂത്യാ, ദേവഹൂതിയോടൊപ്പം. ദേവപഥേഷു, എവിടെയാ ക്രീഡിച്ചത്? ദേവപഥേഷു, അതായത് ദേവഭൂമികളിൽ. നന്ദനം, ചിത്രരഥം തുടങ്ങിയ ദേവസ്ഥാനങ്ങളിൽ എന്ന് മനസ്സിലാക്കുക. ഇനി ഈ അർത്ഥമെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? അങ്ങയെ ഉപാസിക്കയാൽ ലഭിച്ച പ്രഭാവം മൂലം ആ കർദമൻ പത്നിയുടെ ആഗ്രഹാനുസരണം നിർമ്മിക്കപ്പെട്ടതും മനോഹരികളായ പരിചാരികമാരാൽ നിറയപ്പെട്ടതുമായ ദിവ്യവിമാനത്തിലേറി പുതിയ ശരീരത്തോടുകൂടി നന്ദനം, ചിത്രരഥം മുതലായ ദേവസ്ഥാനങ്ങളിൽ സഞ്ചരിക്കുകയും അവളുമൊത്ത് ക്രീഡിക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ.